വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, കേരളീയ മുസ്ലിം സമുദായത്തിൻ്റെ പണ്ഡിത സഭയായ കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ശതാബ്ദിയുടെ നിറവിലെത്തിയിരിക്കുന്ന ഘട്ടമാണിത്. അത്തരമൊരു ചരിത്രഘട്ടത്തിൽ ആ പ്രസ്ഥാനത്തെ നയിക്കുന്ന ആദരണീയനായ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കാസി ഫൗണ്ടേഷൻ പുരസ്കാരം സമർപ്പിക്കാനുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ നോമ്പുകാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ പരിപാടി നടത്തണമെന്നായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. ഒരു തീയതി നേരത്തെ കണ്ടതായിരുന്നു, പക്ഷേ മറ്റു ചില കാരണങ്ങളാൽ അത് മാറിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ കോഴിക്കോട് മുഖ്യ ഖാസിയായിരുന്ന നാലകത്ത് മുഹമ്മദ് കോയ ബാഗവിയുടെ സ്മരണക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം ജിഫ്രി തങ്ങളെ തേടിയെത്തുമ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള മതമൈത്രിയുടെ പാരമ്പര്യത്തിന് തുടർച്ച ഉണ്ടാവുകയാണ്. മിഷ്കാൽ പള്ളി കേന്ദ്രീകരിച്ച് ഇവിടെ പറഞ്ഞതുപോലെ അരനൂറ്റാണ്ട് കാലം സൗമ്യതയുടെയും നീതിയുടെയും പ്രഭ പരത്തിയ പണ്ഡിതനായിരുന്നു ഖാസി നാലകത്ത് മുഹമ്മദ് കോയ. പോർച്ചുഗീസുകാരാൽ അഗ്നിക്കരിയാക്കപ്പെട്ട മിഷ്കാൽ പള്ളിയുടെ പോരാട്ട വീര്യം ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പാരമ്പര്യം അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. നാട്ടിൽ സമുദായ സ്പർദ്ധയുടെ കനലുകൾ വീഴുമ്പോഴെല്ലാം അത് ഊതിക്കെടുത്താൻ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. സാമൂതിരി കുടുംബവുമായി അദ്ദേഹം പുലർത്തിയിരുന്ന ഊഷ്മളമായ ബന്ധം നമ്മുടെ മതസൗഹാർദ്ദ പാരമ്പര്യത്തിൻ്റെ മികച്ച അടയാളമാണ്. ആ പാരമ്പര്യത്തോട് ചേർത്ത് നിർത്താവുന്ന വ്യക്തിത്വമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടേത്. സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ അധ്യക്ഷ പദവിയിലെത്തിയിട്ട് 8 വർഷം പൂർത്തിയാവുകയാണ്. ആഴത്തിലും പരപ്പിലുമുള്ള അറിവ്, സമൂഹത്തെ കെട്ടുറപ്പോടെ മുന്നോട്ട് നയിക്കാൻ പാകത്തിൽ നിലപാടുകളിലെ തെളിമ, ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തെ അടയാളപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളാണ്. തികച്ചും സങ്കീർണമായൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സമസ്തയുടെ തലപ്പത്തേക്ക് വരുന്നത്. വർഗീയ ശക്തികൾ രാജ്യത്ത് അപരവിദ്വേഷത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും വിഷവിത്തുകൾ പടർത്താൻ സംഘടിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയായിരുന്നു അത്. രാഷ്ട്രീയാധികാരത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാനും ന്യൂനപക്ഷങ്ങളെയും എതിർസ്വരങ്ങളെയും വേട്ടയാടാനും വർഗീയ ശക്തികൾ ഉപയോഗിച്ചിരുന്ന കാലം, നിലപാടുകളിൽ തെളിമയില്ലാത്ത ആർക്കും തിരിച്ചടി നേരിടാവുന്ന കാലം. എന്നാൽ ഇക്കാലത്തും വിട്ടുവീഴ്ചയില്ലാതെ മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്തയെ നയിക്കാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്. ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്ന എല്ലാവർക്കും വലിയ പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ.
രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്നു. സമുദായത്തിനകത്തും പുറത്തും അദ്ദേഹത്തിനുള്ള സ്വീകാര്യത സമസ്തക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. നമ്മുടെ ഈ പരിപാടി നടക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ വലിയ തോതിൽ ഉത്കണ്ഠയിൽ കഴിയുന്നൊരു കാലമാണ് എന്നതും നാം ഓർക്കേണ്ടതുണ്ട്. ലോകം വല്ലാത്തൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. സാധാരണ മനുഷ്യർ തമ്മിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട്, രാഷ്ട്രങ്ങൾ തമ്മിലും പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഇവിടെ ലോകരംഗത്ത് ഒരു മര്യാദയും തങ്ങൾക്ക് ബാധകമല്ല എന്ന് ധരിക്കുന്ന ഒരു കൂട്ടം അക്രമാസക്തരായ രാഷ്ട്രങ്ങളുണ്ടായിരിക്കും. അമേരിക്കയും ഇസ്രയേലും കൂടി നടത്തുന്ന ആക്രമണങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളെയാണ് അക്ഷരാർത്ഥത്തിൽ തീ തിന്നിക്കുന്നത്. പലരുടെയും ജീവൻ അപഹരിച്ചു കഴിഞ്ഞു. ഏതെല്ലാം തരത്തിലുള്ള നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ ഞാൻ പോകുന്നില്ല. പക്ഷേ വളരെ കടുത്ത അനീതി നടക്കുകയാണ്. ഇപ്പോൾ ഇറാന് നേരെ നടത്തിയ ആക്രമണം, എന്തിനാണിപ്പോൾ ആക്രമണം നടത്തിയത്? നാം നേരത്തെ കേട്ടിട്ടുണ്ട് ഒമാൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മധ്യസ്ഥ സംഭാഷണത്തെക്കുറിച്ച്. ആ മധ്യസ്ഥ സംഭാഷണത്തിൽ അതിന് നേതൃത്വം വഹിച്ച ഒമാൻ്റെ വക്താക്കൾ ഇതാ കാര്യങ്ങൾ ഏറെക്കുറെ തീരാൻ പോകുന്നു, എല്ലാം നല്ല ധാരണയിലെത്താൻ പോവുകയാണ്, നല്ല വാർത്ത ലോകത്തിന് നൽകാൻ കഴിയും എന്ന് പറഞ്ഞിരിക്കുകയാണ് ആക്രമണം. അപ്പോൾ ആക്രമണത്തിന് ഒരു ന്യായീകരണവുമില്ല. ഒരു രാജ്യത്തിൻ്റെ പരമോന്നത പരമാധികാരിയെ കുടുംബസമേതം വധിക്കുക, ഇതൊക്കെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന നിലയാണ് കാണിക്കുന്നത്. മറ്റൊരു രാജ്യം വെനിസ്വേല, അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും കിടപ്പറ ചവിട്ടി തുറന്ന് പിടിച്ചുകൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു. ലോകത്ത് 3 രാഷ്ട്രങ്ങൾ വലിയ തോതിൽ എണ്ണയുള്ള രാഷ്ട്രങ്ങളാണ്. അതിലൊന്ന് വെനിസ്വേലയാണ്, മറ്റൊന്ന് സൗദിയാണ്, മൂന്നാമത്തത് ഇറാനാണ്. ഇത് മുഴുവൻ തങ്ങൾക്ക് വിധേയമായിരിക്കണം എന്ന സങ്കുചിത താല്പര്യത്തിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം. നമ്മുടെ ലക്ഷക്കണക്കിൽ സഹോദരങ്ങളാണ് ഗൾഫ് മേഖലയിൽ ജോലിയെടുക്കുന്നവരായിട്ടുള്ളത്. ഇത് മറ്റൊരർത്ഥത്തിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബാധിക്കുന്ന പ്രശ്നമായി വന്നിരിക്കുക. ലോകമാസകലം ഈ അക്രമ മനോഭാവത്തിനെതിരെ ശക്തമായ നിലപാട് ഉയർന്നു വരുന്നുണ്ട്. അമേരിക്കയിൽ തന്നെ ഇതിനെതിരെയുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നു. നാറ്റോ രാഷ്ട്രങ്ങൾ പോലും ഇപ്പോൾ പൂർണ്ണമായി
അമേരിക്കയുടെ കൂടെയില്ല. ഇതെല്ലാം കാണിക്കുന്നത് ഒരഭിപ്രായവും തങ്ങൾക്ക് ബാധകമല്ല, തങ്ങൾ നിശ്ചയിച്ചത് നടത്തുമെന്ന മനോഭാവമാണ്. അതിശക്തമായ ലോക പൊതുജനാഭിപ്രായം ഉയർന്നു വരേണ്ട ഘട്ടമാണിത്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തിനനുസരിച്ച നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന കാര്യവും നാം കാണണം. നമ്മുടെ രാഷ്ട്രം എല്ലാ ഘട്ടത്തിലും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൽ വ്യത്യാസം വന്നിരിക്കുന്നു. ആ വ്യത്യാസം നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയിലേക്ക് എത്തുന്നു. നമ്മുടെ പരിപാടിക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ ആക്രമിക്കപ്പെട്ട ഇറാൻ്റെ കപ്പലും അതിൽ ജീവൻ നഷ്ടപ്പെട്ട ഹതഭാഗ്യരായ നാവികരും, അവരുടെ കാര്യത്തിൽ ഒരക്ഷരം സംസാരിക്കാൻ പോലും നമ്മുടെ രാജ്യത്തിന് കഴിയുന്നില്ല. ഇതൊക്കെ വല്ലാത്തൊരു വിധേയത്വ മനോഭാവം, അമേരിക്കയോടുള്ള വിധേയത്വത്തിൻ്റെ ഭാഗമായി വന്നു ചേരുന്നതാണ്. അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം ഇസ്രയേലിൻ്റെ സിയോണിസ്റ്റുകളുടെ ഇരട്ടപ്പറ്റ സഹോദരങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന RSS ആണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു ഭാഗത്ത്. ഇതിനെല്ലാം എതിരെയുള്ള നമ്മുടെ ശക്തമായ അഭിപ്രായം ഒരേ സ്വരത്തിൽ ഉയർന്നു വരേണ്ട ഘട്ടമാണിത്. അതേസമയം നമ്മുടെ നാട്ടിലും രാജ്യത്തിലും ജീവിക്കുന്ന നല്ലൊരു ഭാഗം ആളുകൾക്ക് വലിയ തോതിലുള്ള അരക്ഷിത ബോധം സൃഷ്ടിക്കുന്ന നടപടികൾ തുടരെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വം നിശ്ചയിക്കുന്ന കാര്യത്തിൽ മതം അടിസ്ഥാനമാക്കുന്ന തരത്തിലുള്ള പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ആ ഘട്ടത്തിൽ ഉറച്ച സ്വരത്തിൽ ആദ്യമേ തന്നെ ഇടപെടാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് നമ്മുടേത്. നാം അത് അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി തന്നെ പറയുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി പൗരത്വ രജിസ്റ്റർ ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിച്ചപ്പോൾ കേരളത്തിൽ അത്തരമൊരു നടപടി സ്വീകരിക്കില്ല എന്നും പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇവിടെ ഒരു തരത്തിലുള്ള ആശങ്കയും ഇതിൻ്റെ ഭാഗമായി ഉയരേണ്ടതില്ല, ഉണ്ടാകേണ്ടതില്ല എന്ന നിലപാട് തന്നെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ഈ കാര്യത്തിൽ പലതരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നവർ എന്താകും നാളെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ പ്രശ്നം നല്ല രീതിയിൽ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നാണ് നാം കണ്ടത്. അതിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ ജീവിക്കുന്ന കേരളത്തിൻ്റെ സന്താനങ്ങളായ ഈ മണ്ണിൻ്റെ മക്കൾ എല്ലാവർക്കും
വലിയ തോതിലുള്ള സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടിയുള്ള നേറ്റിവിറ്റി കാർഡ് കൊടുക്കുന്നതിന് തീരുമാനിച്ചത്. ആ നേറ്റിവിറ്റി കാർഡ് ആരുടെയും മുന്നിൽ തെളിയിക്കാനുള്ള രേഖയായിരിക്കും. ഇതാ, കേരളത്തിൻ്റെ മണ്ണിൽ പിറന്നവനാണ് ഞാൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു രേഖ. ആർക്കും അത് തള്ളിക്കളയാനാവില്ല. ആ അധികാരം നമ്മുടെ സംസ്ഥാനത്തിനുള്ളതാണ്. അതാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ നാം തീരുമാനിച്ചിട്ടുള്ളത്. ഇതൊരു ഭാഗമേ ആകുന്നുള്ളൂ. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നാം എല്ലാവരും ഒരേ മനസ്സോടെ നീങ്ങുക എന്താണ് പ്രധാനം. മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം. നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. ജനാധിപത്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പുലർന്നു പോകണം. ഇവിടെ എല്ലാവർക്കും ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാവണം. അതിന് നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ നീങ്ങുക എന്താണ് ഏറ്റവും പ്രധാനം. നമ്മുടെ നാടിൻ്റെ സമാധാന അന്തരീക്ഷവും സാമുദായിക മൈത്രിയും സംരക്ഷിക്കാനും വർഗീയതയെ ചെറുക്കാനും ജിഫ്രി തങ്ങളെപ്പോലുള്ള പണ്ഡിത നേതാക്കൾ നടത്തുന്ന ഇടപെടലുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. സമുദായ ഐക്യവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കാൻ തങ്ങൾക്കും സമസ്തക്കും ഇനിയും കരുത്തുണ്ടാകട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ ആശംസിക്കാനുള്ളത്. ഖാസി നാലകത്ത് മുഹമ്മദ് കോയയുടെ പേരിലുള്ള ഈ പുരസ്കാരം എല്ലാ രീതിയിലും അർഹമായ കൈകളിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ജിഫ്രി തങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.